ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറി റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ മങ്കട എന്ന മീനാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ മീൻകറി വെക്കാൻ പോവാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടിക്കുക. ശേഷം അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമുക്കതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പുളിയും പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടാൻ പാടുള്ളൂ. അങ്ങനെ കറി നമുക്ക് നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ചെറിയൊരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ട് ചെറുതീയിലിട്ടൊന്ന് വറുത്തെടുക്കും. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ല പ്രത്യേക ഒരു മണവും രുചിയും കൂടെ കിട്ടും. അങ്ങനെ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവയും കടുകും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കുക. ലാസ്റ്റ് നമ്മളിതിലേക്കൊരു സ്പെഷ്യൽ കൂട്ടാണ് ചേർക്കുന്നത്. കായപ്പൊടിയാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ മീൻ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച ശേഷം നമുക്ക് കറി ഇറക്കി വെക്കാവുന്നതാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പയർ ഉപ്പേരി ഉണ്ടാക്കി, മുട്ട വറുത്തു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചോറിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന വിഭവങ്ങൾ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.